ഹായ് ഗൈസ്, നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ ദിവസത്തെയും ഫോറക്സ് മാർക്കറ്റിന്റെ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫോറക്സ് ട്രേഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവും. പക്ഷെ ഒരിക്കലും ഇതൊരു സിഗ്നൽ ആയിട്ടോ അല്ലെങ്കിൽ സജഷൻ ആയിട്ടോ നിങ്ങൾ കാണരുത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസ്കിനൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മുടെ ഒരു മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഡയറക്ഷൻ ബയാസ് ആൻഡ് കീ ലെവൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ കൊണ്ട് നമ്മൾ മേജറായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ രാവിലെ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ഇന്നത്തെ ന്യൂസുകളാണ്. അപ്പൊ ജസ്റ്റ് എന്ത് നിങ്ങൾ ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഫോറക്സ് ഫാക്ടറി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 12:30 സമയത്ത് GBP CP ന്യൂസ് വരുന്നുണ്ട്. ഏകദേശം 12:30 സമയത്താണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, 12:30 സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എന്ത് ചെയ്യാൻ GBP ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്ന് തന്നെയാണ്. ഇനി നമ്മൾ കറൻസി ബേസിന്റെ ബയാസിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ യൂറോസ്റ്റ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് മാർക്കറ്റ് ഉണ്ടായ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ലോ ഇതായിരുന്നു, പിന്നെ ഉണ്ടായിരുന്ന ഹൈ ഇതായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ് ടെന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ഇപ്പൊ എന്തിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ഡൗൺ ടെന്നിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്ത് കിട്ടണം, ഒരു ലോ ജസ്റ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്യാൻ ബോക്സ് ഒക്കെ വരച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ആയിട്ട് കീ ലെവൽ നോക്കാൻ പറ്റും. അപ്പൊ അറ്റ് പ്രസന്റ് യൂറോ നിൽക്കുന്ന സിറ്റുവേഷൻ ഇതാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഒരു സെല്ലിനാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ലോയുടെ ഒരു സംഭവം കൂടി നമുക്ക് കിട്ടണം, ലോയുടെ ഒരു ആക്ടിവേഷൻ കൂടി നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ലോയുടെ ഒരു ഏരിയ കൂടി നമുക്ക് പെർഫെക്റ്റ് ലോ കൂടി കിട്ടണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്യാൻ ബോക്സ് വരക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ കറൻസി ആയിട്ടുള്ള ഇപ്പോൾ GBP പോകുന്ന സമയത്ത് ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്തായി മാറിയിട്ടുണ്ടാവും, നമ്മുടെ ലോ ആയി മാറിയിട്ടുണ്ടാവും. ബ്രേക്കിന് ശേഷം ഇനി ഇത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറി, നമ്മുടെ ഹൈ ആയി മാറി. ഡെഫിനറ്റ്ലി എന്ത് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലോനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി അപ് ടെൻ ഇതിലോട്ട് മാറി, ഡൗൺ ടെന്നിലോട്ട് മാറി. പക്ഷെ വീണ്ടും അവിടെ എന്ത് ചെയ്തു, നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതാണ് ഇപ്പൊ നിലവിലത്തെ നമ്മുടെ ഒരു ലോ എന്ന് പറയുന്നത്. നിലവിലത്തെ നമ്മുടെ ഒരു ഹൈ എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഗ്യാൻ ബോക്സ് വരക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോയും ഈ ഹൈയും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗ്യാൻ ബോക്സ് വരക്കാം. ഇതിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഇന്നിപ്പോ ഏഷ്യൻസ്, ഈ ബോക്സ് ഉദ്ദേശിക്കുന്ന IPDA ബോക്സ് ഏഷ്യൻ സെഷൻ കാണിക്കുന്ന ബോക്സ് ആണ്. സോ ഇതിൽ നമുക്കൊരു കീ ലെവൽസ് നോക്കുന്ന സമയത്ത് ലൈക്ക് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കീ ലെവൽ പ്ലോട്ട് ചെയ്യാം. ഞാൻ ഈ ഏഷ്യന്റെ ലോ എടുത്തിട്ട് ഈ കീ ലെവൽ വന്നിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ഇറങ്ങി പോകുന്ന എക്സ്പെക്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ കീ ലെവൽസ് എന്ത് ചെയ്യാം, നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടുന്ന് എവിടെന്നെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൺഫർമേഷൻസ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജസ്റ്റ് ഒരു എൻട്രി നോക്കാവുന്നതാണ്. മാർക്കറ്റ് ജസ്റ്റ് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ എന്ത് ചെയ്യാം, മാർക്കറ്റിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമുക്ക് GBP ഇന്ന് മേജറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതല്ല, മാർക്കറ്റ് സപ്പോസ് ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ നമുക്കൊരു ഇന്റേണലി ഒരു ചേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെറിയൊരു റിസ്ക് എടുത്തുകൊണ്ടൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം. അതായത് മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ എന്ത് ചെയ്തൊരു ബ്രേക്ക് കിട്ടി, ഒരു ഇന്റേണൽ ബ്രേക്ക് കിട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു കീ ലെവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും മേ ബി എന്ത് ചെയ്യാം, ഒരു ട്രേഡിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. പക്ഷെ അതൊരു റിസ്കി ട്രേഡ് ആണ്. ഇതുവരെ എന്ത് ചെയ്യാം, ടാർഗറ്റ് വെക്കുകയും ചെയ്യാം. മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും എന്താണ് മാർക്കറ്റ് എന്ന് തരുന്നുള്ളത്. ഇതാണ് അപ്പൊ GBP റേഞ്ച്. ഇനി നമ്മൾ ഗോൾഡിലോട്ട് പോകുന്ന സമയത്ത് ഗോൾഡിൽ ഉണ്ടായ ലാസ്റ്റത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ബ്രേക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇപ്പോ ഇതാണ് നമ്മുടെ നിലവിലത്തെ ഹൈ എന്ന് പറയുന്നത്, ഇതാണ് നിലവിലത്തെ നമ്മുടെ ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഹൈയിലുള്ള ഒരു കീ ലെവലിന്മേ ഓൾറെഡി മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഇപ്പോ ഇറങ്ങി പോകുന്നത്. ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാപ്പ് ചെയ്തിട്ടാണ് ഇറങ്ങി പോകുന്നത്. പക്ഷേ നമ്മുടെ ഈ റേഞ്ചിനെ മാർക്കറ്റ് ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നല്ല കീ ലെവൽസ് നോക്കിയിട്ട്, ലൈക്ക് ഇപ്പോ കീ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്, ഈ കീ ലെവൽ നോക്കാം. അതായത് ഇവിടെ ഈ ഏഷ്യന്റെ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ഏഷ്യന്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മേ ബി മാർക്കറ്റ് നിന്ന് ഇറങ്ങും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും നല്ലൊരു കീ ലെവൽ ആയിട്ടുള്ളത്. അപ്പോൾ മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ ഇനി ഓവറോൾ ഒരു നമ്മുടെ ഒരു 4 ഹവറിന്റെ ഒക്കെ ട്രെൻഡ് നോക്കുന്ന സമയത്ത് ഗോൾഡ് ഇതായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ബ്രേക്ക്.
അപ്പോൾ നമുക്ക് ഇതായിരുന്നു ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ലോ. പിന്നെ ഇതായിരുന്നു ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരുന്ന ഹൈ. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഇവിടെ ഒരു റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലൈക്ക് ഈ ഏരിയയിലെ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രേക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന 4 hour റേഞ്ച് പറഞ്ഞത് ഇതായിരുന്നു ഹൈ, ഇതായിരുന്നു ലോ. ഈ ഹൈനെ മാർക്കറ്റ് ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത കാലത്തോളം ഹൈ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു 4 hour സെല്ലാണ്. പക്ഷെ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് മിക്കവാറും ഇത് എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ 50 നിങ്ങൾ കയറുന്ന സമയത്ത് ഇതിൽ കുറച്ച് റിസ്ക് എലമെന്റ് ഉണ്ട്. കാരണം ഓൾറെഡി മാർക്കറ്റ് ഇറങ്ങിയിട്ട് വീണ്ടും അത് ഇതിലോട്ട് വരികയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ റിസ്ക് മാനേജ് ചെയ്തിട്ട് റിസ്ക് കുറച്ചിട്ട് എടുത്താൽ മതി. അതാവും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത്. ഇനി അതല്ല, ഇതിനെ ബ്രേക്ക് ചെയ്ത് ബൈയിലോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നല്ല ഏരിയാസ് കിട്ടാൻ കുറച്ചുകൂടി നമുക്ക് അതിന് എന്ത് കൂടും, ക്വാളിറ്റി കൂടും. അപ്പൊ എന്ത് ചെയ്യുക, വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെ വാച്ച് ചെയ്യുക. സോ താങ്ക് യു.